ബ്ലൗസ് ഒന്ന് ശരിയാക്കണം, ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് തകർന്നു പോയി. അങ്ങനെയൊക്കെ എന്താ? സ്ത്രീകൾ ജോലി ചെയ്യുമ്പോൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ആൾക്കാർ വന്ന് കൂടെ വരുമോ, കിടക്കുവോ, വരുമോ, ഇവിടെ വരുമോ എന്നൊക്കെ ചോദിക്കും. 10 മിനിറ്റിലാണെങ്കിൽ ഞങ്ങളത് 5 മിനിറ്റ് ഓടണം. എന്നാൽ മാത്രമേ നമുക്കൊരു പരിഗണന കിട്ടുള്ളൂ. ഒരു സ്കില്ലാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മൾ ഈ എങ്ങനെയാണോ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ലോറിയും ബസ്സും ട്രെയിലർ വലിയ വണ്ടിയും ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ വണ്ടി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇറങ്ങുന്നത് ഒന്നും തട്ടാതല്ലേ ക്രോസ് ചെയ്യുന്നത്. കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പാണ്. ഈ ഒരു ക്ലിപ്പിന്റെ ആദ്യ ഭാഗങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രശ്നകരമാണ്. നോർമലൈസ് ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ഒരു ചോദ്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ്, അല്ലെങ്കിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളാണ് അതിനെതിരെ അത് ഫേസ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് മുന്നോട്ടേക്ക് പോകേണ്ടത്. ആ ഒരു ചോദ്യങ്ങൾ തെറ്റാണെന്നുള്ളതും അങ്ങനെ ചോദിക്കുന്ന പുരുഷന്മാർ എന്ന് പറയുന്നത് വളരെ വിരളമാണ് എന്നുള്ളതും അങ്ങനെ ചോദിക്കുന്നത് ഒരു അതിക്രമമാണ് എന്നും പറഞ്ഞു വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളെ എങ്ങനെ നേരിടാം എന്നുള്ളതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. നമ്മുടെ നാട്ടിലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന സമയത്ത്, വഴിയിൽ കൂടെ നടന്നു പോകുന്ന സമയത്തൊക്കെ സ്ത്രീകൾക്ക് ധാരാളം അതിക്രമങ്ങൾ അതുപോലെ സ്പർശനം കൊണ്ടല്ലാതെ തന്നെ ഉണ്ടാവാറുണ്ട്. ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് സ്പർശനം കൊണ്ടും ഉണ്ടാവാറുണ്ട്. പല ആളുകൾക്കും അത് വലിയൊരു ഷോക്കാണ്. അവർ ഫ്രീസായിട്ടൊക്കെ നിൽക്കും, പ്രതികരിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. ഇതിങ്ങനെ ട്രോമയായിട്ട് അവരുടെ മൈൻഡിൽ കാലങ്ങളായിട്ട് കിടക്കാറുണ്ട്. ഈ ഒരു ട്രോമയുള്ള പല സ്ത്രീകളും മറ്റുള്ള പുരുഷന്മാരെയൊക്കെ ഈ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഇൻസിഡൻസ് നമ്മളെ ഇമോഷണലി അല്ലെങ്കിൽ മെൻ്റലി തകർത്ത് കളയുന്ന രീതിയിലേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സർവൈവിങ് സ്കിൽസ് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം. നമുക്കതില്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മളുടെ കണ്ടീഷനിങ് കൊണ്ടാണ്. നമ്മൾ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകേണ്ട ആൾക്കാരാണ്. നമ്മളൊന്ന് തൊടുന്നതോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്പർശനം ഏൽക്കുന്നതോ വലിയൊരു തകർച്ചയാണ്, വലിയൊരു ക്ഷതമാണ് എന്ന് നമ്മൾ ആർജിച്ചെടുത്ത ചിന്തയാണ്.